നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. പൂപ്പാറയിലെ കാട്ടാന ആക്രമണം മരിച്ച തോട്ടം തൊഴിലാളിയുടെ കുടുംബത്തിന് 10 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചു. പൂപ്പാറയിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. പൂപ്പാറയിലെ തലക്കുളം എസ്റ്റേറ്റിലാണ് സംഭവം. തമിഴ്നാട് ബോഡിനായ്ക്കന്നൂർ സ്വദേശിയായ ഒച്ചത്തേവറാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. മരിച്ച ഒച്ചത്തേവറിന്റെ കുടുംബത്തിന് വനം വകുപ്പ് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഉടുമ്പൻചോല MLA സേനാപതി വേണുവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ആദ്യ ഗഡുവായ 5 ലക്ഷം ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറും. തലക്കുളം എസ്റ്റേറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന തമിഴ്നാട് ബോഡിനായ്ക്കന്നൂർ സ്വദേശി ഒച്ചുതേവർ ഇന്ന് രാവിലെയാണ് മരിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറുടെ മരണത്തിൽ MVDക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കിഴിശ്ശേരി മുണ്ടമ്പറമ്പ് സ്വദേശി ഷൗക്കത്താണ് മരിച്ചത്. ഓട്ടോയുടെ ഫിറ്റ്നസിനായി ഏജന്റ് വഴി അല്ലാതെ നേരിട്ട് MVDയെ ബന്ധപ്പെട്ടപ്പോൾ നിരന്തരം ഫിറ്റ്നസ് നിഷേധിച്ചെന്നാണ് ആരോപണം. തന്റെ മരണത്തിന് ഉത്തരവാദികൾ മോട്ടോർ വാഹന വകുപ്പാണെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതിന് ശേഷമാണ് ഇയാൾ ജീവനൊടുക്കിയത്. കൈക്കൂലി കൊടുത്തില്ലെന്ന ഏക കാരണം കൊണ്ട് അവർ ജീവിതമാർഗം തന്നെ തകർത്തു എന്നാണ് ആരോപണം. കേരള പോലീസിനെയും ജനങ്ങളെയും ഒരുപോലെ ദശാബ്ദങ്ങളായി വഴിതിച്ച് നടക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ പിടികെട്ട പുള്ളി സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കഴിഞ്ഞ 25 വർഷത്തിലധികമായി വിദേശ രാജ്യത്ത് തികച്ചും രഹസ്യമായി ഒളിവിൽ കഴിയുകയാണ് ഇയാൾ. നിർമ്മാണ മേഖലയിലാണ് കുറുപ്പ് ജോലി ചെയ്യുന്നത്. 1991 മുതലാണ് ഇയാൾ വിദേശത്ത് ഒളിവ് ജീവിതം ആരംഭിച്ചത്. പഴയ രൂപത്തിൽ നിന്നും പൂർണ്ണമായും മാറിയ ഇയാൾ പ്രായത്തിൻ്റെതായ സാധാരണ അവശതകൾ ഒഴിച്ചാൽ നിലവിൽ തികച്ചും ആരോഗ്യവാനാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്ത്യക്കാരെ അകറ്റി നിർത്തിയുള്ള തന്ത്രപരമായ ജീവിതം പോലീസിനെയും അന്വേഷണ സംഘങ്ങളെയും ഒരുപോലെ വെട്ടിക്കാൻ വളരെ ആസൂത്രിതമായ രീതിയിലാണ് കുറുപ്പ് വിദേശത്ത് കഴിഞ്ഞുകൂടുന്നത്. വിദേശത്തുണ്ടെങ്കിലും മലയാളി സമൂഹം ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുമായി യാതൊരുവിധ ബന്ധവും പുലർത്താതെ പൂർണ്ണമായും അകലം പാലിച്ചാണ് ജീവിതം. രൂപമാറ്റവും വ്യാജ ഐഡന്റിറ്റിയും പഴയ സുകുമാരക്കുറുപ്പുമായി യാതൊരു സാമ്യവും ഇല്ലാത്ത വിധം വേഷത്തിലും ശരീരഭാഷയിലും പൂർണ്ണമായും മാറ്റം വരുത്തിയിട്ടുണ്ട്. പയ്യന്നൂരും തളിപ്പറമ്പും രാഷ്ട്രീയ വിശദീകരണത്തിനൊരുങ്ങി CPIM. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സംഭവിച്ച തോൽവി സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് പിന്നാലെ രാഷ്ട്രീയ വിശദീകരണത്തിനൊരുങ്ങി CPIM. ഓഗസ്റ്റ് 29 പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ പയ്യന്നൂരിലും പെരിങ്ങോത്തുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കെടുക്കുന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലെ കാർ അപകടം. DYFI നേതാവ് ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. പത്തനംതിട്ടയിലെ കാർ അപകടത്തിൽ 2 പേർ അറസ്റ്റ്. പുത്തൻപിടിക സ്വദേശി ജിനു, വിശ്വജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെയുണ്ടായ അപകടത്തിൽ പത്തനംതിട്ട സ്വദേശി അബൂബക്കറാണ് മരിച്ചത്. DYFI മേഖലാ സെക്രട്ടറിയാണ് അറസ്റ്റിലായ വിശ്വജിത്ത്. 2 പ്രതികളും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മദ്യലഹരിയിൽ കാൽനടയാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം മറ്റു വാഹനങ്ങളിലും ഇടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ മരിച്ചു. മറ്റ് 9 കാൽനടയാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്.